യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നമുക്ക് മുന്നിലൊരു കണക്ക് തന്നിട്ടുണ്ട്. 88 ലക്ഷം രൂപ വിവിധ നിയോജക മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഡിവൈഎഫ്ഐ വയനാട് ദുരന്തബാധിത ഏറ്റ ജില്ലയാണ് വയനാട്. ആ വയനാട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി നിങ്ങൾ 61 ലക്ഷം രൂപയിലധികം പിരിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക്, ഡിവൈഎഫ്ഐയുടെ വയനാട് ചലഞ്ചിലേക്ക്. യൂത്ത് കോൺഗ്രസിൻ്റെ ഇത്തരം പറച്ചിലുകൾ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? കാരണം ഡിവൈഎഫ്ഐ നിർമ്മിച്ച വീട് എവിടെ എന്നൊരു മറുചോദ്യം ചോദിച്ച് അതിനെ കവറപ്പ് ചെയ്യാൻ നോക്കുകയല്ലാതെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവോ കണക്കിൻ്റെ കാര്യത്തിലൊരു വ്യക്തതയോ ഇതുവരെയും യൂത്ത് കോൺഗ്രസിന് നൽകാനായിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിവൈഎഫ്ഐ എന്നുള്ള നിലക്ക് ഒരു യൂണിറ്റ് കമ്മിറ്റി മുതൽ സമാഹരിച്ച തുക, മേഖലാ കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ സമാഹരിച്ച തുകക്ക് വളരെ കൃത്യമായി, ഇപ്പോഴല്ല വിവാദം യൂത്ത് കോൺഗ്രസിനെ പോലെ വിവാദം വരുന്ന സമയത്ത് പറയുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ആ പ്രവർത്തനം പൂർത്തീകരിച്ച ഘട്ടത്തിൽ തന്നെ വയനാട് ജില്ലയിൽ യൂണിറ്റ് കമ്മിറ്റികൾ എത്ര, മേഖല എത്ര രൂപ പിരിച്ചു ആകെ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കണക്ക് പുറത്തുവിട്ട സംഘടനയാണ് ഡിവൈഎഫ്ഐ. കേരളത്തിലാകമാനം അങ്ങനെയാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിന് ഇപ്പോഴും വയനാട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ കസേരയേറ് കിട്ടുന്ന ഗതികേടിലേക്ക് വരികയാണ്. കാരണം കൃത്യമായി കണക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പം മണ്ഡലം കമ്മിറ്റിക്ക് ഏറ്റവും അവസാനം റെസീറ്റ് ബുക്ക് അടിച്ച് കൊടുക്കുകയാണ്. ഡിവൈഎഫ്ഐ കളക്ട് ചെയ്ത് റെസീറ്റ് ബുക്ക് അടിച്ചിട്ടല്ല, നമ്മുടെ സഖാക്കളുടെ അധ്വാനം, അതുപോലെ തന്നെ നേരത്തെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ വിവിധ ചലഞ്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഡിവൈഎഫ്ഐ പണം സമാഹരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവരിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും അവസാനം വലിയ രൂപത്തിൽ പണപ്പിരിവുമായി ബന്ധപ്പെട്ട ആക്ഷേപം നിലനിൽക്കുന്ന സമയത്ത് റെസീറ്റ് അടിച്ചു കൊടുത്ത് വീണ്ടും ഫണ്ട് പിരിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അത് ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സംഘടനക്കും ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അത് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ചാണെങ്കിലും അവരുടെ കണക്കിൽ വ്യക്തതയില്ലായ്മയെക്കുറിച്ചാണെങ്കിലും ഈ ആപ്പ് ഉപയോഗിച്ചാണ് കോൺഗ്രസ് ഫണ്ട് പിരിച്ചത്. പക്ഷേ ആ ആപ്പിനെ കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ അത് വർക്കിംഗ് അല്ല, സാങ്കേതിക പ്രശ്നങ്ങൾ അതിനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത്തരം ന്യായീകരണങ്ങളൊക്കെ പറയുന്നത് ഈ ദുരന്തത്തെ അതിജീവിച്ച് ഒരു വർഷം ഈ സങ്കടങ്ങളൊക്കെ പേറി നിൽക്കുന്ന മനുഷ്യന്മാരോടാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. അത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനോട് കണക്ക് ചോദിക്കുമ്പം ഈ ഒരു വർഷക്കാലമായി, ഇന്നൊരു വർഷമാണ് ഈ ദുരന്തം നടന്നിട്ട്, വെറും 88 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ, നമ്മളെ സംബന്ധിച്ച് നമുക്കത് ഏറ്റവും ലജ്ജാവഹമാണ്. കാരണം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട യുവാക്കൾ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിനോട് വളരെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. അതിൽപ്പെട്ട ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പോലും അവർ 30 വീട് പറയുക, ആദ്യഘട്ടത്തിൽ 25 വീട് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുകയും എന്നാൽ ഡിവൈഎഫ്ഐ 25 ആണെങ്കിൽ യൂത്ത് കോൺഗ്രസ് 30 ഇരിക്കട്ടെ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ ഘട്ടത്തിൽ നമുക്കറിയാം എന്നോളം ഒരു വീടിന് പോലും ഒരു തറക്കല്ലിട്ടത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ ദുരന്തം ഏറ്റുവാങ്ങിയ പ്രദേശത്ത് നിന്നും ഈ വയനാട് ജില്ലയ്ക്കകത്ത് നിന്നും നമ്മൾ സ്വരൂപിച്ചത്, നമ്മുടെ സഖാക്കളുടെ അധ്വാനവും നമ്മുടെ വിവിധ ചലഞ്ചിലൊക്കെ നമ്മളൊരു റെസിപ്റ്റ് ഒന്നും പിരിച്ചിട്ട് ഒരു വീടിനകത്തൊന്നും നമ്മൾ പൈസ കളക്ട് ചെയ്തിട്ടില്ല. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ കളക്ട് ചെയ്തത് 61,66,192 രൂപയാണ് ഈ ജില്ല നമ്മൾ കൊടുത്തത്. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനമാകെ അവർ പിരിച്ച പണം എന്ന് പറയുന്നത് 88 ലക്ഷം രൂപ മാത്രമാണ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്കറിയാം വ്യാപകമായിട്ട് വലിയ തോതിലുള്ള ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന് തന്നെ നമ്മളെ പൊതുസമൂഹത്തിനാകെ അത് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്.